السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا أما بعد. رب زدنا علما وحلما وفهما وعقلا ورزقا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫത്ഹുൽ അൽഫിയ സബഖിലെ ബഹുമാനികളെ വേണ്ടപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഇതിൽ, അതുപോലെ സഹോദരന്മാരുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ കുറച്ച് ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നിസ്കാരം സമയമായാൽ ഉളരി ചെയ്യണം എന്ന വിഷയമായിരുന്നു. അതിലിങ്ങനെ വന്നപ്പോൾ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളെ എടുത്തു പറഞ്ഞു. കുറഞ്ഞ ജമാഅത്ത് അത് അവസാന ടൈമിൽ കിട്ടുന്ന അധികരിച്ച ജമാഅത്ത് കിട്ടുന്നതിനെക്കാട്ടും ശ്രേഷ്ഠത അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്ന മസല, ഇപ്പോ അറഫയിൽ നൃത്തം അത് ഹജ്ജിന്റെ ഫറദിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അൽ ഹജ്ജ് അറഫ എന്ന് പറയും. കാരണം അത് സമയത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയും കൂലിയും ഉള്ളത് ഇഫാദത്തിന്റെ തവാഫിനാണ്. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷെ അറഫ ആ ഒരു ദിവസം അല്ലാതെ മറ്റൊരു ദിവസം ചെയ്യാൻ പറ്റില്ല. അത് ഒഴിവായാൽ പിന്നെ ഹജ്ജ് ബാത്തിലാവുകയും ചെയ്തു. പിന്നെ അടുത്ത വർഷം നമുക്കത് വുജൂബായിട്ട് എടുക്കേണ്ടതുമാണ്. അപ്പോ അറഫയിൽ നൃത്തം എന്ന് പറഞ്ഞത് അതിന് ഫജ്ർ വരെ അതിന് ടൈമുണ്ട്. ഫജ്ർ വരെ, തുലുഉൽ ഫജ്ർ വരെ ടൈമുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഈ പറഞ്ഞ മസല അത്ര അങ്ങോട്ട് വരില്ല. കാരണം അവര് നേരത്തെ തന്നെ ഒരു മഗ്‌രിബിന്റെ ടൈം ആകുമ്പോഴേക്കിന് അറഫയിൽ എത്തിച്ചേരും. അങ്ങനെ പകലും രാത്രിയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് മടങ്ങുന്ന രീതിയാണ് സ്വീകരിക്കാറ്. പക്ഷേ മക്കയിൽ താമസിക്കുന്നവരും അതുപോലെ അതിന്റെ അടുത്തിടങ്ങളിൽ താമസിക്കുന്നവരും ആദ്യമായിട്ട് അറഫയ്ക്കാണ് പോക്കാണ് ഇഹ്റാം ചെയ്തിട്ട്. എന്നിട്ട് അവർ വന്നിട്ട് ഇഫാദത്തിന് തവാഫ് ചെയ്ത് അവരെ ഹജ്ജ് പെട്ടെന്ന് അവർ കഴിക്കും. അവർ നാട്ടിലുള്ളവരാണല്ലോ. അപ്പൊ ഇവർക്കൊക്കെയും മഗ്‌രിബിന്റെ ടൈം കഴിഞ്ഞിട്ട് പോവാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകള് മഗ്‌രിബ് നിസ്കരിച്ചു, പിന്നെ ഇശാക്ക് ഒരു മണിക്കൂർ കൂടി ഉണ്ട്, ഒരു നേരമുണ്ട്. അപ്പൊ ആ ഇശ നേരെ ചൊവ്വെ സൗകര്യം പോലെയൊക്കെ ചെയ്ത് സാവധാനം പോകാം എന്ന് കരുതാൻ പറ്റില്ല. അങ്ങനെ പോകുന്ന ആളുകൾക്ക് മുഹരിമാണ്, ഇഹ്റാം ചെയ്ത ആളും കൂടിയാണെങ്കിൽ എന്താണ് വേണ്ടത്? ആ ഇശാഇനെ പിന്തിപ്പിച്ചുകൊണ്ട് പോകണമെന്നാണ്. കാരണം ആ വഴിയും മറ്റും നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കായിരിക്കും. അപ്പൊ ഇവിടെ ഇശാക്കും വേണ്ടിയിട്ട് നമ്മളൊക്കെ സമയം കണ്ടെത്തി മാറി നിന്നാൽ ചിലപ്പോൾ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഫർദ് നമുക്ക് ഫൗത്തായി പോവും. ഈ കാരണം കൊണ്ട് അങ്ങനെ പിന്തരുത്. ഇശാനെ പിന്തിപ്പിക്കുക, അറഫയിൽ നൃത്തത്തിനെ പരിഗണിക്കുക എന്ന മസ്അല ഇവിടെ ഉണ്ട് എന്നതാണ് അടുത്ത ഇബാറത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. അതായത് അറഫയിൽ നൃത്തം ഫൗത്താവും എന്നുള്ള കാരണം കൊണ്ട് ഇഷായെ ആ സന്ദർഭത്തിൽ നമുക്ക് പിന്തിപ്പിക്കാം. അപ്പൊ എന്തായാലും കാരണം ഇഷാ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടൈമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഇഷാ ഒന്ന് എടുത്ത് ഖളാ വീട്ടുക എന്നുള്ളത് കഴിയും. അത് അന്ന് തന്നെ ചെയ്യാം. അതേസമയത്ത് ഹജ്ജിൽ അറഫ ഫൗത്തായി കഴിഞ്ഞാൽ അത് അസ്അബാണ്, കുറച്ച് ഞെരുക്കുള്ളതാണ്. കാരണം ഈ വർഷം ഈ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ആ മാസത്തിലോ ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം വരിക തന്നെ വേണ്ടേ. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം അതിന്റെ ബാക്കിൽ ഉള്ളത് കൊണ്ട് ഇന്ന ദീന ഇസ്റാണല്ലോ, എളുപ്പമുള്ളതാണ്. അപ്പോ ഈ അടിസ്ഥാനത്തിൽ ഇവിടെയും പിന്തിപ്പിക്കാം. ഇതിൽ വേറൊരു മസലയും കൂടിയുണ്ട്. വളരെ വ്യാപകമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള മസല ആയതുകൊണ്ട് നിസ്കാരം ഖളാ ഇല്ല എന്ന് കൊടി പിടിക്കുന്ന ആളുകൾ ഇതും കൂടി മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഖളാ ഉണ്ട് എന്നും ആ ഖളാവിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെന്നും മറ്റേത് ചെയ്യൽ ബുദ്ധിമുട്ടാണ് എന്നും മനസ്സിലാക്കി തന്നില്ലേ. അപ്പൊ ഖളാ ഇല്ല എന്ന് വാശി പിടിച്ച് എന്താ വേണ്ട, നിസ്കാരം ഖളായവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടുന്നൊരവസ്ഥയും ഇല്ല. മറ്റു ചില മസ്തലുകൾ കൂടി വരുമ്പോൾ നമ്മൾ പറയുന്ന സാധാരണ എല്ലാ കിതാബിലും പ്രതിപാദിച്ച നിസ്കാരം ഖളാ ഉള്ള ആൾക്ക് സുന്നത്ത് കൊണ്ടുവരൽ ഹറാമാണെന്ന് പറഞ്ഞ മസ്തല പറയുമ്പോൾ ഈ വിഷയത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി തീർക്കലുണ്ട്, ഖളാ ഇല്ല. അപ്പൊ ഇവിടെ ഈ മസ്തലയിലൊക്കെ ഖളാ ഉണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഖളാവിനെ പ്രതിപാദിച്ചുകൊണ്ട് മറ്റ് മസ്തലകളും വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല എന്നും കൂടി ചുരുക്കത്തിൽ ഇതിന്റെ ബാക്കിൽ മനസ്സിലാക്കാം. അപ്പോ ഇനി ഭാഗത്തിലേക്ക് വരാം. വയുഅഖിറുൽ മുഹ്രിമു, ഇഹ്റാം ചെയ്ത ആള് പിന്തിപ്പിക്കണം. എന്തിന്? സ്വലാത്തൽ ഇശാഇ, ഇശാ നിസ്കാരത്തിന്. എങ്ങനെ പിന്തിപ്പിക്കണം? വുജൂബൻ, സുന്നത്തല്ല, നിർബന്ധമായിട്ടും പിന്തിപ്പിക്കണം. എന്തിനു വേണ്ടി? ലി അജലി ഖൗഫി ഫൗത്തി ഹജ്ജിൻ, ഹജ്ജ് പാഴാകലിനെ ഭയപ്പെട്ട കാരണത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഹജ്ജ് പാഴാകുക? ബി ഫൗത്തിൽ വഖൂഫി ബി അറഫ, അറഫയിൽ നിൽക്കൽ പാഴാകൽ കൊണ്ട് ഹജ്ജ് പാഴാകും.
ആ കാരണത്തിന് വേണ്ടി നിർബന്ധമായിട്ടും ഇശാ നിസ്കാരത്തിനെ മുഹരിമ് പിന്തിപ്പിക്കണം. ഈ അറഫയിൽ നിർക്കലിന് പാഴാകൽ കൊണ്ട് എപ്പോൾ പഴവുലോ സ്വല്ലാഹ ആ ഇഷയ നിസ്കരിച്ചു മുത്തമക്കിനെ സൗകര്യപ്രദമായ രീതിയിലാക്കിയിട്ട് ഓനോന്റെ സമയ സന്ദർഭമൊക്കെ നോക്കിയിട്ട് അയച്ച് സാവധാനം നിസ്കരിക്കുന്നവനായിട്ട് ചെയ്താൽ ഇങ്ങനെ വരും. എന്താണ് അങ്ങനെ പിന്തിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം അന്ന ഖളാഅഹു നിസ്കാരത്തെ ഖളാ വീട്ടുക എന്നത് അന്ന ഖളാഉ ഹജ്ജിനെ ഖളാ വീട്ടുക എന്നത് സ്വഅബുൻ അത് ഞെരുക്കമുള്ളതാണ്, ഒരു ഡിഫിക്കൽട്ടാണ്. വസ്സലാത്തു നിസ്കാരം തുഅഖിറു അതിനെ പിന്തിപ്പിക്കണം. അന്നഹ ആ നിസ്കാരത്തെ പിന്തിപ്പിക്കുക എന്നുള്ളത് അസ്ഹലു എളുപ്പമാണ് മിൻ മഷക്കത്തിഹി അതിനെ ഖളാ വീട്ടുക എന്നുള്ള മഷക്കത്തുകൾ നോക്കുമ്പോൾ അത് എളുപ്പമുള്ളതാണ്. കാരണം അതിനെ നമുക്ക് ഖളാ വീട്ടാൻ കഴിയും. അപ്പൊ മറ്റവും ഇതും കൂടി നോക്കുമ്പോൾ പ്രയാസമില്ലാത്തത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് അതിനെ പിന്തിപ്പിക്കുക, ഇതിനെ പിന്തിപ്പിക്കരുത്. ഇനി വേറെ അപ്പൊ ഒരു ചോദ്യം, എന്നാ ആൾക്ക് അതിൽ വലായുസല്ലിഹ സ്വലാത്ത ശുദ്ധത്തിൽ ഖൗഫ് പേടി കൊടുമയായവന്റെ നിസ്കാരം നിസ്കരിച്ചുകൂടെ? കിബില നോക്കേണ്ട ആവശ്യമില്ല. തക്ബീറത്തുൽ കേൾവില നെടുവില നടക്കുന്നിട്ട് ഓടിയിട്ട് ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന രീതിയില്ലേ? അങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ തിക്കും തിരക്കും മറ്റുമൊക്കെ അല്ല. അപ്പൊ അതിന്റെ അടിയിൽ പേടി കൊടുമയായവന്റെ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് പോകണോ ഇയാള്? അങ്ങനെ ചെയ്യണം ഇല്ല. വയോഹറു അയ്വൻ ഇനി പിന്തിപ്പിക്കാം നിസ്കാരം. എപ്പോഴാ പിന്തിപ്പിക്കാൻ പറ്റുക? ഒരാള് നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്താണ് തീ കത്തി വേവുന്ന രീതി നമ്മൾ കണ്ട്. അല്ലെങ്കിൽ പോകുമ്പോഴാണ് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആകെ മനുഷ്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയത്തിൽ പേടി കൊടുക്കും. അപ്പൊ അവരെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ കണ്ടു. അതല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മുങ്ങി നശിക്കുന്നത് കണ്ടു. ഇതുപോലുള്ള അപകട നിലയും അത്യാസന്ന നിലയും നമ്മുടെ കണ്ടൃഷ്ടിയിൽ പെടുമ്പോൾ ആ ഒരു കാരണത്തിനെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കാം. അവിടെയും പിന്തിപ്പിക്കാം. നിർബന്ധമാണ് പിന്തിപ്പിക്കല് എന്നർത്ഥം. ഇവിടെ മുഹരിമ് പിന്തിപ്പിക്കല് വുജൂബായത് പോലെ തന്നെ പിന്തിപ്പിക്കണം. വുജൂബൻ നിർബന്ധമായിട്ട് മറ്റൊരാള് ആള് കണ്ടു നഹ്വ ഖരീഖിൻ തീവന്ത് നശിക്കുന്ന അതുപോലത്തെ ഒരാള് ഔ അസീറിൻ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോകാൻ, അതായത് ശത്രുപക്ഷം പിടിച്ചിട്ട് അദ്ദേഹത്തെ ബന്ധസ്ഥാക്കുന്ന ഒരു രീതി ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ ഇദ്ദേഹം നിസ്കരിക്കാൻ നിന്നാല് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകും. അപ്പൊ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിന് ശ്രമിക്കണം. അങ്ങനെ ഔ അസീരിൻ അപ്പൊ ഖരീക്ക് അല്ലെങ്കിൽ ഖരീക്ക് എന്ന് പറഞ്ഞാൽ മുങ്ങി നശിക്കുന്ന ആള്, ഖരീക്കല്ല ഖരീക്ക് മുങ്ങി നശിക്കുന്ന ആള്, അല്ലെങ്കിൽ ഹരീക്ക് അതെല്ലാം മറ്റു കിതാബിലുണ്ട്. ബന്ധു നശിക്കുന്ന ആള്, അതുപോലെ ആക്സിഡന്റിൽ പെടുന്ന ഒരു രീതി ഉണ്ടായി. ഇങ്ങനെയൊക്കെ വരുന്ന പല അപകട നിലകളും ഉണ്ടാകുന്ന അത്യാസന്ന നിലകൾ എന്നർത്ഥം. ഔ അസീരിൻ അല്ലെങ്കിൽ അസീറായ ആള്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ലോ അങ്കദഹോ ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഖറജൽ മുക്തു സമയം എന്താവും? പുറപ്പെടും. അപ്പൊ നിസ്കാര സമയത്തിന്റെ പുറത്താവും. എന്നാലും ഇവർക്കൊക്കെ പിന്തിപ്പിക്കാം എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊരു മസ്അല പറയാനുള്ളത് ഉറങ്ങണ സംഭവമാണ്. അതായത് സമയം നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ പറ്റൂല്ലേ? അത് ളുഹറാണെങ്കിലും അസറാണെങ്കിലും മറ്റുള്ള ഏത് നിസ്കാരാണെങ്കിലും യുക്റഹുൻ നൗമു ബഅദ ദുഖൂലി വഖ്തി സ്വലാ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം ഉറങ്ങൽ കറാഹത്താണ്. വഖബ്ല ഫിലിഹ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ നിസ്കരിച്ചു എന്നിട്ടൊന്ന് കിടക്കും അങ്ങനെയല്ല. നിസ്കാരം ചെയ്യാതെ ഒന്ന് കിടക്കൊന്ന് കണ്ണിപ്പോ ഒന്ന് മയങ്ങിട്ട് നീക്കാൻ അങ്ങനെ കിടക്കുക എന്നുള്ള കിടത്തം തന്നെ ഹറാമാണ്. ഹൈസ് തന്നെ ഇസ്തിഖാല ഖബല ദീഖി സമയം കുടുസാകുന്നതിന് മുമ്പ് ഉണരുമെന്നുള്ള ഭാവന ഉണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ കറാഹത്താണ്. ഉണരൂല എന്നുള്ള ഉറപ്പാണെങ്കിലും അപഹറാമോ ഇല്ല. ആദത്ത് എന്താണ്? അങ്ങനെ സമയം കുടുസാകുന്നതിന് മുമ്പ് എഴുന്നേൽക്കാറുണ്ട്, അതിന് സമയം കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ്? കറാഹത്താണ്. അല്ലെങ്കിൽ ഓനെ അറിയാവൂല ഈഖാദ് ഖൈരിഹി ലഹു അവനെ മറ്റൊരാൾ എന്താക്കും? ഓന്റെ ഡ്യൂട്ടി ടൈമാണ്. അപ്പൊ പോകുമ്പോ ഇവനെ ഉണർത്തിട്ട് പോവുള്ളൂ. അപ്പൊ അങ്ങനെ അവനെ മറ്റൊരാൾ ഉണർത്തുമെന്നോ അല്ലെ സാധാരണഗതിയിൽ സമയം കഴിയുന്നതിന് മുമ്പ് അവൻ ഉണരാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് തന്നെ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം കിടക്കൽ കറാഹത്താണ്. അപ്പോ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ അവനെ ഉണർത്തും, അല്ലെങ്കിൽ അവന്റെ സാധാരണഗതിയിൽ അവന് ഉണരുന്നവനാണ്. ഈ രണ്ട് വിഷയവും ഇല്ല. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഹറാമാണ്. ഇല്ല ഈ രണ്ടു കോലത്തിലും അല്ലെങ്കിൽ ഹറുമൻ നൗമുല്ലദി ലം യഗ്ലബ് ഫിൽ വഖ്തി സമയത്തിൽ സംഭവിക്കുന്നതായിട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പിന്തിപ്പിക്കപ്പെടുന്ന ഒരു ചുറ്റുപാട് വന്നാൽ അപ്പോൾ പിന്തിപ്പിക്കൽ എന്താണ്? ഹറാമാണ് എന്നർത്ഥം.
സാധാരണ ഒരാൾ വിളിച്ചുണർത്തും, അല്ലെങ്കിൽ ആദ്യത്തിൽ അവൻ ഉണരാറുണ്ട് എന്ന് കണ്ടാൽ കറാഹത്ത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഹറാമുമാണ് എന്നാണ് ഇപ്പൊ മസല. അപ്പൊ 2-3 മസലകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസിയത്തോടു കൂടെ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ സ്വീകരിക്കുന്ന, അതിന്റെ പുണ്യം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ദീനിന്റെ ഖാദിമികളായി ജീവിച്ചു മരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ എല്ലാ മുറാദുകളെയും അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ അത് സാധിപ്പിച്ചു തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. أوصيكم بالدعاء. السلام عليكم ورحمة الله تعالى وبركاته.